അസ്സലാമലൈക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ എഴുതാൻ പോകുന്നത് താജ്മഹൽ സാഹിർ ലുധിയാനവിന്റെ മഷൂർ നസം താജ്മഹലിന്റെ നോട്ട്സ് ആണ് ഇവിടെ നമ്മൾ എഴുതാൻ പോകുന്നത്. ഇവിടെ നമ്മൾ എഴുതുന്നത് ഏത് വരെ ചോദിച്ചാൽ ക്യോങ്കി വോ ലോഗ് ബി അപ്നി തരഫ് മുഫ്ലിസ് തൈ എന്നത് വരെയാണ് നമ്മൾ ഈ നോട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പോരാത്തതിന് ഇതിന്റെ മൊത്തത്തിലുള്ള സംഗ്രഹം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ നിങ്ങൾ ശ്രദ്ധിച്ച് ആദ്യം കേൾക്കുക, പിന്നെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ നോട്ടിലേക്ക് എന്ത് ചെയ്യണം, പകർത്തണം. നോക്കാം. നസം നസം ഏതാണ്? ഇൻവേർട്ടഡ് കോമൺ അല്ലെ? താജ്മഹൽ നസം താജ്മഹൽ. തർക്കീബ് മഷൂർ അല്ല, എന്താണ് മഷൂർ തർക്കീബ് പസന്ത് ആണ് അല്ലെ? മൂപ്പരാരാണ്? സാഹിർ ലുധിയാനവി ആരാണ്? തർക്കീബ് പസന്ത് ആണ് അല്ലെ? തർക്കീബ് പസന്ത് ഷായർ ആരാണ്? ഷായർ സാഹിർ ലൂധിയാനവിലെ സാഹിർ ലൂധിയാനവി की എന്താണ്? ഷാഹ്കാർ നസം ഹേ. ഓക്കെ, जिसमें उन्होंने ഇതെല്ലാവർക്കും അറിയണല്ലേ? ഇത് നമ്മൾ സാധാരണ എഴുതുന്ന ആ ഫോമിൽ നമ്മൾ എഴുതിയിരിക്കുന്നത്. ജിസ്മെ ഉനോനെ മുഖ്തലിഫ് എന്താണ്? മുഖ്തലിഫ് നുക്തയെ നസർ സെ मुख्तलिफ नुक्ते नजर से इस हुस्नकारी की नमूने को इस हुस्नकारी के नमूने को देखने और दिखाने की कोशिश की है. എന്താ ഇവിടെ പറഞ്ഞത്? നസം താജ്മഹൽ മഷൂർ തർക്കീബ് പസന്ത് ഷായർ സാഹിർ ലൂധിയാനവിക്ക് ഷാഹ്കാർ നസം ഹേ. താജ്മഹൽ എന്നുള്ളത് വിശ്വവ്യാഖ്യാതമായ പ്രസിദ്ധനായ തർക്കീബ് പസന്ത് പുരോഗമന വാദ കവി ആരെയും സാഹിർ ലൂധിയാനവിന്റെ ഷാഹ്കാർ എന്താണ്? ഷാഹ്കാർ പറഞ്ഞാല് മികച്ച മാസ്റ്റർ പീസ് നസമാണ്. ഇത് ശരിക്കും പറയുമ്പോൾ മൂപ്പർ എന്ത് ചെയ്യാണ്? ഒരു സാധനത്തിന് ഒരു ഐബോർഡോടെ ഒരു ന്യൂനതയോടെ കാണാണ്. പ്രത്യേകിച്ചും മുഹബത്തിന്റെ അലാമത്ത്, പ്രണയത്തിന്റെ ഒരു അലാമത്ത് എന്ന് പറയുന്ന ആ സംഗതിയെ മൂപ്പർ എന്ത് ചെയ്തുകൊണ്ടും ഒരു മോശമായ രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ചിലപ്പോൾ മോശമായി ചിത്രീകരിച്ചും ചിലപ്പോൾ എന്ത് ഫേമസ് ആവും. അതിൽ പെട്ട ഒന്നാണ് ഏത്? താജ്മഹൽ എന്നുള്ള നസം കേട്ടോ. അപ്പോ ജിസ്മെ ഈ താജ്മഹൽ എന്ന നസമിൽ ഉനോനെ അദ്ദേഹം മുഖ്തലിഫ് നുക്തേ നസർ സെ വ്യത്യസ്തമായ നുക്തേ നസർ എന്ന് പറഞ്ഞാൽ എന്താണ്? നുക്തേ നസർ ആർക്കറിയാം? നുക്തേ നസർ പറഞ്ഞാല് നുക്തേ നസർ എന്താണ്? പോയിന്റ് ഓഫ് വ്യൂ അല്ലെ? പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നതാണ് കാഴ്ചപ്പാട് അല്ലെ? വ്യത്യസ്ത കാഴ്ചപ്പാടിലൂടെ നുക്തേ നസർ സെ വ്യത്യസ്ത വീക്ഷണത്തിലൂടെ ഇസ് ഹുസ്ൻകാരിക്ക് നമൂന. ഹുസ്ൻകാരി പറഞ്ഞാണ് മനോഹാരിത അല്ലെ? കൊത്തുപണിയൊക്കെ ചെയ്ത അങ്ങനത്തെ അതിന്റെ നമൂന എന്ന് പറയുന്ന മാതൃകയെ ദേക്കിനെ നോക്കാനും അതുപോലെ ദിക്കാനെ കാണിക്കാനും എന്ത് ചെയ്തു? ശ്രമിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞത്? മുഖ്തലിഫ് നുക്തേ നസർ സെ ഈ വ്യത്യസ്തമായ അദ്ദേഹം എന്ത് ചെയ്തു? വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിലൂടെ ഇസ് ഹുസ്ൻകാരിക്ക് നമൂനക്കോ ഈ സൗന്ദര്യത്തിന്റെ ഈ മാതൃകയെ എന്ത് ചെയ്തു? നോക്കാനും അതുപോലെ തന്നെ കാണിക്കാനും എന്ത് ചെയ്തു? ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം സ്വയം അത് നോക്കുകയും അദ്ദേഹം നോക്കിയപ്പോൾ എന്ത് ചെയ്തു? അതിന്റെ മനോഹരമായ കൊത്തുപണിയല്ല മൂപ്പര് കണ്ടത്, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മൈൻഡാണ് മൂപ്പര് എന്ത് ചെയ്ത് ആദ്യം ചെയ്തത്? നോക്കിയത് അല്ലെ? അപ്പോ അത് നോക്കുകയും ചെയ്തു. മൂപ്പര് നോക്കാൻ മാത്രമേ ചെയ്തത്, കാണിക്കാനുള്ള ശ്രമം മൂപ്പര് എന്ത് ചെയ്തു? നടത്തി. ഏതിലൂടെ? താജ്മഹൽ എന്ന നസമിലൂടെ അല്ലെ? ഓക്കെ, അടുത്തത് दिखाने की कोशिश की है. दुनिया भर में जैसा के എന്ന് പറഞ്ഞാൽ പോലെ അല്ലെ? ജൈസാക്കെ സബ് ജാനത്തെ എന്ന് പറഞ്ഞാലോ? സബ് ജാനത്തെ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും അറിയുന്നത് പോലെ, എല്ലാവർക്കും അറിയുന്നത് പോലെ അല്ലെ? എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ദുനിയാ ഭർമേ എന്ന് പറഞ്ഞാൽ ലോകത്തെങ്ങും അല്ലെ? दुनिया भर में
दुनिया भर में उसे ना सिर्फ फन तामीर की नायाब नमूने की हैसियत से, ना सिर्फ उसे ताजमहल को ना सिर्फ എന്ന് പറഞ്ഞാൽ ബട്ട നോട്ടല്ലേ ഇല്ലേ, ना सिर्फ ടോ ना सिर्फ फन तामीर की फन्ने तामीर के नायाബ് എന്താ നായാബ് എന്ന് പറഞ്ഞാൽ തസ്നി നായാബ് നമൂന എന്ന് പറഞ്ഞ നമൂനെ की ഹൈസിയത്ത് കേട്ടോ, രണ്ട് യാണ് കേട്ടോ, ഹൈസിയത്ത് സെ बल्कि എന്നല്ല മറിച്ച് ജസ്ബെ मोहब्बत के अनमिट नकुश के तौर पर समझा जाता है। जज्बे मोहब्बत के अनमिट ട്ടോ എങ്ങനെ വായിക്കുക, മിട്ടിന എന്ന് പറഞ്ഞാൽ ഇല്ലാതാവുക, മിട്ടാനാറായ നശിപ്പിക്കുക അല്ലെ, എന്താണ് നാമോ തൗഹീദ് की अमानत सीने में हो हमारा आसा नहीं मिटाना नामो निशान हमारा അല്ലെ, അതേമാതിരി എന്താ പറയുന്നത്, ദുനിയാ ഭർ में ലോകത്തെങ്ങും उसे ना सिर्फ फन तामीर के नायाब नमूने की हैसियत से बल्कि जज्बे मोहब्बत के अनमिट പറഞ്ഞാൽ മിട്ട് പറഞ്ഞാൽ നശിക്കുക, അൻമിട്ട് പറഞ്ഞാൽ നശിക്കാത്ത അല്ലെ, പോവാത്ത, അൻമിട്ട് നമൂനേക്ക് के तौर पर अनमिट नुकूश के तौर पर, नुकूश പറഞ്ഞാൽ ചിഹ്നം അല്ലെ, മാതൃക, नुकूश के तौर पर समझा जाता है എന്താണ് समझा जाता है എന്ന് പറയുന്നത് എന്താണ്, കരുതപ്പെടുന്നു എന്നാണ്. നോക്കൂ എന്താ ഇവിടെ പറഞ്ഞത്, അപ്പൊ ജൈസാക്കെ സബ് ജാനത്തെ എല്ലാവർക്കും അറിയുന്നത് പോലെ എന്തറിയുന്നത്, ദുനിയാ ഭർ में ലോകത്തെങ്ങും താജ്മഹലിനെ എങ്ങനെ കാണുന്നത്, നാസർ ഫന്നെ താമീർക്കി നിർമ്മാണ കലയുടെ അപൂർവ മാതൃക എന്ന നിലയിൽ എന്ന് മാത്രമല്ല, അങ്ങനെയും കാണുന്നുണ്ട്. നിർമ്മാണ കലയുടെ അപൂർവ മാതൃകയാണ് ഇത് താജ്മഹല്. നമ്മൾ എന്നാൽ അതിന്റെ കവാടത്തിലൂടെ ദൂരം നോക്കിയാലും താജ്മഹൽ ഫുള്ളായിട്ട് കാണും, എടുത്തെത്തിയാലും എന്തെങ്കിലും ഫുള്ളായിട്ട് എന്ത് ചെയ്താൽ കവാടത്തിനുള്ളിൽ കാണും. എത്ര മനോഹരമാണ്. അങ്ങനെ എന്തൊക്കെ സംഗതി നമുക്കറിയാത്ത സംഗതികളുണ്ട്. അപ്പൊ നിർമ്മാണ കലയുടെ അപൂർവ മാതൃക എന്ന നിലയിൽ എന്ന് മാത്രമല്ല, പിന്നെ എന്തുണ്ട്, ബൽക്കി എന്നല്ല, ജസ്ബെ മുഹബത്ത് പ്രണയം എന്ന വികാരത്തിന്റെ അൻമിട്ട് പറഞ്ഞാണ് ഒരിക്കലും നശിക്കാത്ത നുകൂഷ് മാതൃകൾ ചിഹ്നങ്ങളായിട്ട് എന്ത് ചെയ്യുന്നു, നുകൂഷ്ക്ക് തോപ്പർ ചിഹ്നങ്ങളായിട്ട് എന്ത് ചെയ്യുന്നു, അതിനൊക്കെ കരുതപ്പെടുന്നതാണ് ഇത് താജ്മഹലിനെ അല്ലെ. അങ്ങനത്തെ താജ്മഹലിനെ മൂപ്പർ എന്ത് ചെയ്യുന്നത്, അപമാനിച്ചിരുന്നത്. ലേക്കിൻ അപ്പൊ ഇത് മനസ്സിലായില്ലേ, എന്ന് മാത്രമല്ല അത് എന്താണ് നിർമ്മാണ കലയുടെ ഒരു അപൂർവ മാതൃക എന്ന നിലയിൽ മാത്രമല്ല, പിന്നെന്തുണ്ട്, പിന്നെ പ്രണയം എന്ന വികാരത്തിന്റെ ഒരിക്കലും മായ്ക്കാത്ത ചിഹ്നങ്ങൾ എന്ന നിലയിലും കരുതപ്പെടുന്നതാണ് ഇത് പിന്നെ താജ്മഹല്. ഓക്കെ, അപ്പൊ ലേക്കിൻ മൗജൂദ നസ്മ എന്താ മൗജൂദ നസ്മ എന്ന് പറഞ്ഞാല് നിലവിലുള്ള നസ്മ അല്ലെ, നമ്മൾ നസ്മ അതായത് താജ്മഹല്. ലേക്കിൻ മൗജൂദ നസ്മ ഷായർ താജ്മഹൽ സെ വാബസ്ത, ഷായർ എന്ത് ചെയ്യുന്നു, ഷായർ താജ്മഹൽ സെ വാബസ്ത, താജ് എഴുത്ത് ബോർഡ് കൂട്ടണ്ടല്ലേ, താജ്മഹൽ സെ വാബസ്ത. നിങ്ങൾക്ക് അറിയാത്ത ഒരു വാക്ക് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, വളരെ ചുരുങ്ങിയ കുറച്ച് 1-2 വാക്കുകൾ ഉണ്ടാവും. वाबस्ता तमाम खूबियों को नजरअंदाज करके उसे महज एक जागीरदाराना निजाम की लाजवाल अलामत के तौर पर पेश किया। उसे महज एक जागीरदाराना निजाम की लाजवाल
अलामत के तौर पर पेश किया। अलामत के तौर पर पेश किया। ओके, पेश की है, पेश की मुन्नस अलामत की पेश की, जिसे जिसे ജിസെ ജിസെ പറഞ്ഞാല് അതിനല്ലേ. അപ്പൊ എന്താ പറഞ്ഞത്, എന്താണ് മൗജൂദൻ ലേക്കിൻ, പക്ഷേ മൗജൂദ നസമ്മെ നിലവിലുള്ള നസമ്മിലെ ഷായിർ കവി എന്താ ചെയ്യണത്, താജ്മഹൽ സെ വാബസ്ത, താജ്മഹലുമായി ബന്ധപ്പെട്ട തമാം ഹുബിയോക്കോ, എല്ലാ സവിശേഷതകൾ, അതായത് താജ്മഹൽ ഇന്നതാണ്, അതുപോലെ ഇന്ന സവിശേഷതകൾ ഉണ്ട്, അത് ഇന്നതാണ് ഒക്കെ പറഞ്ഞിട്ട് കണ്ടമാനം എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് സവിശേഷതകൾ നിറഞ്ഞതാണ് ഇത്. അല്ല പെട്ടെന്ന് ദുനിയാവിലെ അത്ഭുതങ്ങളിൽ പെട്ടെന്നല്ല, അജായിബാത്ത് ദുനിയാമെ ഏക് ഫൽമെ ഷാമിൽ നഹി ഹുയി അല്ലേ. അപ്പൊ ദുനിയാവിലെ അത്ഭുതങ്ങളിൽ പെട്ടെന്ന് അതിൽ ഉൾപ്പെട്ടതല്ല, പക്ഷെ അതിന് ഒരുപാട് നമ്മൾ അറിയാത്ത ഒരുപാട് ഘടകങ്ങൾ ഏതിലുണ്ട്, താജ്മഹലിലുണ്ട്. ഒരു ദിവസം വിവരിച്ചാലും തീരാത്തത്ര വിശേഷങ്ങൾ ഏതുണ്ട്, മനുഷ്യന്മാർ നിർമ്മിച്ച ആ മാതൃകക്ക് ഉണ്ട് അല്ലെ. അപ്പോ താജ്മഹൽ സെ വാബസ്ത, താജ്മഹലുമായി ബന്ധപ്പെട്ട അല്ലെ, വാബസ്ത എല്ലാവർക്കും അറിയണം. തമാം ഹുബിയോക്കോ, എല്ലാ ഹുബിയർ എന്നാണ് പെക്കുലാരിറ്റി അല്ലെ, സവിശേഷതകൾ, എല്ലാവിധ പ്രോപ്പർട്ടീസ്, പ്രോപ്പർട്ടീസ് പറഞ്ഞാലും സവിശേഷത കേട്ടോ. പിന്നെ സവിശേഷതകൾ നസർ അന്താസ് കർക്കെ അവഗണിച്ചിട്ട്, നസർ അന്താസ് കർണ എന്ന് പറയുന്നത്, നസർ അന്താസ് കർണ എന്താണ്, അവഗണിക്കോട്ടോ, ഇഗ്നോർ ചെയ്യുക, ഇഗ്നോറിനെ എന്ത് ചെയ്യുന്നതാണ് നസർ അന്താസ് കർണ. നോട്ട് ചെയ്തോളൂ, നസർ അന്താസ് കർക്കെ, പിന്നെ ഉസേ എന്ന് പറഞ്ഞാൽ ഇതിനെ उसे हम ताजमहल ने उसको ले ताजमहल ने महज വെറും एक ജാഗിർദാരാന ജന്മിത്ത നിസാം, ജന്മിത്ത വ്യവസ്ഥിതിയുടെ ഒരു ജന്മിത്ത വ്യവസ്ഥയുടെ ഒരിക്കലും ലാസവാല നിറവാണ് നശിക്കാത്ത അനശ്വരമായ പ്രതീകമായിട്ട് എന്ത് ചെയ്തു, അവതരിപ്പിച്ചു. എങ്ങനെയാണ് ജന്മിത്ത വ്യവസ്ഥിതിയുടെ ജാഗിർദാരാന നിസാം की लाजवाल अलामत के तौर पर പേഷ് की എന്താണ്, എന്താണ് ജന്മിത്ത വ്യവസ്ഥിതിയുടെ ഒരു ലാസവാല എന്താണ്, ഒരിക്കലും നശിക്കാത്ത അല്ലെ, അക്ഷയമായ നശിക്കാത്ത അലാമത്ത് പ്രതീകമായിട്ട് എന്ത് ചെയ്തു, തോർപ്പർ ആയിട്ട് എന്ത് ചെയ്തു, പേഷ് की അവതരിപ്പിച്ചു. ജിസെ അടുത്തത് ജിസെ ബാദ്ഷാഹി വക്തിനെ, ബാദ്ഷാഹി വക്തിനെ ബാദ്ഷാഹി വക്ത് പറഞ്ഞ ആ ഏത് കാലഘട്ടത്തിലാണ്, ഇപ്പോഴത്തെ ബാദ്ഷാഹി വക്താരാണ്, മോദിയിലെ. ബാദ്ഷാഹി വക്തിനെ അപ്പിനി ജസ്ബെ മുഹബത്ത് കോ, അപ്പിനി ജസ്ബയെ മുഹബത്ത് കോ अमर करने के वास्ते, अमर करने के लिए, अमर करना എന്ന് പറഞ്ഞാൽ അറിയോ ഷബാന, അമർ ഉജാല. എന്താ അമർ ഉജാല പറഞ്ഞാല്, ഉജാല പേർഷ്യനാണ്, നമ്മൾ ഉജാലല്ലേ, അമർ ഉജാല പറഞ്ഞാലോ. അമർ കർണേ കെ വാസ്തേ എന്താ, ആരെ പറഞ്ഞുതരാ, പിന്നെ അമർ കർണേ കെ വാസ്തേ ബനാഡാല, ബനാഡാല നിർമ്മിച്ചു, എന്താണ് നിർമ്മിച്ചു അല്ലെ. അതായത് ആ താജ്മഹലിനെ പിന്നെ ആ കാലഘട്ട രാജാവ് എന്ത് ചെയ്തു, തന്റെ പ്രണയം എന്ന വികാരത്തെ അമർ കർണ എന്ന് പറഞ്ഞത്, അമർ കർണ അനശ്വരമാക്കുക, അമർ കർണ എന്ന് പറഞ്ഞാല് അനശ്വരമാക്കുക എന്നാണ് അർത്ഥം കേട്ടോ. അമർ ഉജാല എന്ന് പറഞ്ഞാലോ, അപ്പൊ അമർ ഉജാല എന്ന് പറഞ്ഞാണ് പ്രകാശം, അമർ ഉജാല എന്ന് പറഞ്ഞാലോ എപ്പോഴും പ്രകാശം, അതായത് നിത്യ ചൈതന്യം. എന്താ പറയാ, നോക്കിയ നിത്യ ചൈതന്യം എന്താ പറയാ, അമർ ഉജാല എന്ന് പറഞ്ഞാല് നിത്യ ചൈതന്യ ശോഭ, നിത്യശോഭ, ഒരിക്കലും മങ്ങാത്ത, മഴയത്തും വീരത്തും വാങ്ങാത്ത ശോഭ അല്ലെ. ബാദ്ഷാഹി വക്തിനെ അപ്പനി ജസ്ബെ മുഹബത്ത് को अमर करने के वास्ते बना डाला അല്ലെ, നിർമ്മിച്ചു. അടുത്ത ഷായർ കാ कहना है അമർ കർണയ്ക്ക് വാസ്ത എന്ന് പറഞ്ഞാല് പിന്നെ അനശ്വരമാക്കുന്നതിന് വേണ്ടിയിട്ട് നിർമ്മിച്ചു എന്നാണ് അർത്ഥം. ജസ്ബെ മുഹബത്ത് പറഞ്ഞ പ്രണയം എന്നുള്ള വികാരം. ഓക്കെ, ഷായർ का कहना है, ഷായർ का
कहना है അല്ലെങ്കിൽ तस्नी का कहना है तस्नी പറയുകയാണ് तस्नी പറയുന്നത് അല്ലേ അത് शायर का कहना है शायर का कहना है शायर പറയുകയാണ് के अपनी महबूबा की याद में अपनी महबूबा की याद में എന്താണ് अपनी महबूबा की याद में इतनी शानदार इमारत बनवाने से इतनी शानदार शानदार എന്താണ് ഓസം അല്ലേ നല്ല സാധാരണ നല്ലൊരു വാക്ക് പറഞ്ഞാണ് ഇംഗ്ലീഷില് ഫാന്റാസ്റ്റിക് എന്താണ് ഫാന്റാസ്റ്റിക് ഷാന്താർ ഷാന്താർ പിന്നെന്താണ് വേറെ ഉണ്ട് ഫാബുലസ് ഫാബുലസ് എന്താണ് ഫാബുലസ് അപ്പം ഷാന്താർ ഷാന്താർ എവിടെ ഇമാറത്ത് ഇമാറത്ത് എന്നാണ് കെട്ടിടം അല്ലെ ബിൽഡിങ് ഇമാറത്ത് അല്ലെ ഇമാറത്ത് ബൻവാനേസെ ബൻമാനസ് നിർമ്മിച്ചതിലൂടെ ഇത്രയും വളരെ മനോഹരമായ കെട്ടിടം ഉണ്ടാക്കുന്നതിലൂടെ ബാദ്ഷാ ഗരീബ് അവാം കി ബാദ്ഷാ ഗരീബ് പാവം അല്ലെ അവാമറ ജനങ്ങൾ അല്ലെ ഗരീബ് അവാമറ പാവം ജനങ്ങളുടെ എന്താണ് പാവം ജനങ്ങളുടെ ബേലൗസ് എന്നാണ് ബേലൗസ് നിഷ്കളങ്കമായ ഒരു കളങ്കവും ഇല്ലാത്ത നിഷ്കളങ്കമായ മുഹബ്ബത്ത് എന്ന പ്രണയം മുഹബ്ബത്ത് की तौहीन करते हैं बेलौस मोहब्बत की तौहीन പറഞ്ഞാൽ അപമാനിക്കട്ടോ तौहीन करते हैं മുമ്പ് പറയണ എന്താ മുമ്പ് മെയിൻ പരാതി എന്താണ് ഈ പ്രണയം എന്നുള്ള വികാരം എല്ലാവരിലും ഉണ്ട് ബാദ്ഷാന്റെ മാത്രമല്ല അനന്തര സ്വത്തല്ല ഈ പ്രണയം എന്നുള്ളത് അല്ലേ അപ്പോ ഇത് എല്ലാവർക്കും ഉണ്ട് പക്ഷെ ബാദ്ഷാ എന്ത് ചെയ്തു തങ്ങളുടെ പ്രണയം ചെയ്തു അനശ്വരമാക്കി കാരണം അവരുടെ പൈസ ഉണ്ടായിരുന്നു പാവപ്പെട്ടവർക്ക് എന്തില്ല പൈസ അല്ല എന്തിനെ അവരുടെ പ്രണയം അനശ്വരമാക്കാനേ ഓക്കെ അപ്പൊ മൂപ്പര് പറയണ മൂപ്പര് മെയിൻ പരാതി എന്താണ് ഈ പരാതി കേട്ടോ അപ്പിനി മെഹബൂബാക്ക് എന്താണ് शायर का कहना है अपनी महबूबा के याद में इतनी शानदार इमारत बनवाने से बादशाह गरीब अवाम की बेलौस मोहब्बत की तौहीन करते हैं तौहीन करना എന്ന് പറഞ്ഞാൽ तौहीन करना അപമാനിക്കട്ടോ അപമാനിക്ക ഇൻസൾട്ട് ചെയ്യാണ് അല്ലേ शायर की नज़र में शायर की नजर में ताजमहल सिर्फ एक मकबरे के सिवा कुछ भी नहीं नजर में ताजमहल सिर्फ एक मकबरे के सिवा सिर्फ एक मकबरे के सिवा कुछ भी नहीं अल्लाह എന്താണ് कुछ भी नहीं है ഒന്നുമല്ല ട്ടോ എന്താണ് അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തു ഇപ്പൊ ഇതുവരെ എഴുതിയത് തസ്നിയാണ് ഇത് നേരത്തിൽ വായിക്കുകയാണെങ്കിൽ അതിലെന്താവുന്നതാണ് അതിലെല്ലോതും ഇതിലെന്ത് ചെയ്യുന്നുണ്ട് പറയാനുണ്ട് ഇതിലെന്താണ് പിന്നെ എല്ലാ കാര്യങ്ങളും ഇതിലെന്തുണ്ട് മൂപ്പര് ഇതിന്റെ സംഗ്രഹം ഏതിലുണ്ട് ഈ ഒരു പാരാഗ്രാഫിലുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു പാരാഗ്രാഫ് നമ്മൾ എന്ത് ചെയ്തു ഇവിടെ എന്ത് ചെയ്തു അവസാനിച്ചു ഇപ്പൊ നമ്മൾ താജ്മഹലിൽ എന്താണ് എന്നോട് പറഞ്ഞിരിക്കണെന്ന് വെച്ചാൽ 3 പോയിന്റുകൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് മൂപ്പര് എന്ത് ചെയ്തു ഇതൊരു ജാഗ്രതാ നിസാമിന്റെ എന്താണ് ലാസവാൽ അലാമത്താണ് പറഞ്ഞു പിന്നെ മൂപ്പര് എന്ത് ചെയ്തു പിന്നെ മുഹബത്തിന്റെ ഈ അലാമത്ത് ഉണ്ടാക്കലോടുകൂടെ പാവപ്പെട്ടവരുടെ മുഹബത്തിന് എന്ത് ചെയ്യാണ് കളിയാക്കാണ് പറഞ്ഞു അപമാനിക്കാണ് പറഞ്ഞു പിന്നെ മൂപ്പരുടെ കാഴ്ചപ്പാടില് ഈ സാധനം എന്താണ് താജ്മഹൽ അതൊരു ശവകുടീരാണ് ശവകുടീരത്തെ എപ്പോഴും എല്ലാവരും പോവോ പ്രണയിക്കാൻ ഇല്ല ഓക്കെ അപ്പൊ എന്താ പറയണത് അടുത്തത് നെക്സ്റ്റ് ഇനി നമ്മൾ ഷെയറിലേക്ക് കിടക്കാട്ടോ ഷെയറിലേക്ക് കിടക്കാട്ടോ आमतौर पर ഒന്നാമത്തെ ഷെയറിന്റെ आमतौर पर താജ്മഹൽ കോ ഇതിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഏത് ചോദ്യം വന്നാലും ഉത്തരം എഴുതാട്ടില്ല പക്ഷെ നിങ്ങളൊന്ന് ലേസം നിങ്ങൾ ചിന്തിക്കണം അത് എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത്
ആദ്യം അതിന് ഏറ്റവും ഐഡിയ എന്താ വെച്ചാല് മലയാളത്തിൽ അതേ ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ മലയാളത്തിൽ എഴുതുക, അതന്നെ നിങ്ങൾ അതിന്റെ ഉറുദുവിൽ എഴുതേണ്ടത്. आमतौर पर ताजमहल को मोहब्बत की लाजवाल अलामत की हैसियत से देखी जाती है. आमतौर पर എന്ന് പറഞ്ഞാൽ ജനറലി അല്ലേ, സാധാരണ. ताजमहल को मोहब्बत की लाजवाल अलामत प्रतीक अല്ലെ, अलामत की हैसियत से देखी जाती है, देखी जाती है അല്ലേ. സാധാരണഗതിയിൽ താജ്മഹലിനെ പ്രണയത്തിന്റെ അനശ്വര പ്രതീകമായ എന്ന നിലയിലാണ് ഇത് കാണപ്പെടുന്നത് അല്ലേ. ഷായിദിഹി, ഒന്നുകൂടി പറയണം, ഷായിദിഹി കോയി ഐസാഹോ എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയല്ലേ, ഷായിദിഹി ആരെങ്കിലും ഉണ്ടാവുകോ എന്ത് जो इन दिलरुबा नुकूश से ഇന്നതന്നെ ഇസ്ട്ടോ ഇസ് ദിൽറുബ നുകൂഷ് സെ ആറാസ്ത അലങ്കരിച്ച അല്ലെ. ഈ നുകൂഷ് ചിഹ്നങ്ങളാൽ മീനാക്കാരി അല്ലെ. എന്താണ് ജോ इस ഇവിടെ വേണ്ട കേട്ടോ, ഇവിടെ വേണ്ട. जो दिलरुबा नुकूश से आरास्ता इस इमारत और उसके गिरदोनवा എന്ന് പറഞ്ഞാല് പരിസരം. ചുറ്റുപാടും. ഉസ്കെ ഗിർദോനവാ കെട്ടിടത്തിന് ചുറ്റുപാട്, അതായത് പരിസരത്തിലെ എന്ത് മനാസിർ പറഞ്ഞ ദൃശ്യങ്ങളെ കൊണ്ട് മുത്തഅസ്സിർ നഹോ എന്ന് പറഞ്ഞാൽ എന്താണ്, മുത്തഅസ്സിർ നഹോ ആകർഷിക്കാത്ത ആരെങ്കിലും ഉണ്ടാവുമോ. ഈ ദീദ സേബ് പറഞ്ഞാണ്, ദീദ എന്ന് പറഞ്ഞാൽ കണ്ണ്, സേബ് പറഞ്ഞാലും മനോഹരം, ദീദ സേബ് പറഞ്ഞാലോ നയന മനോഹരം, ശബാന നയന മനോഹരം കേട്ടോ. നയന മനോഹരമായ കിരീടം നിങ്ങൾക്ക് ആയിട്ട് ഇതിൽ നിന്ന് തയ്യാറാക്കിയിട്ടുണ്ട് പറയല്ലേ. അപ്പോ ദീദ സേബ് ഇത് നയന മനോഹരല്ലേ. അത് അടിക്കടി ഫുട്ബോളിന്റെ മാച്ച് ഉണ്ടാവൂലേ, മാച്ചിൽ എന്താണ് അതില് കിരീടം അല്ല ട്രോഫി ഉണ്ടാവില്ല, ആ ട്രോഫി നയന മനോഹരമായ ട്രോഫി നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നു പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, അനൗൺസ്മെന്റ് ചെയ്തു പോകുന്നതാണ്. അപ്പൊ ദീദ സേബ് മനാസിർസ് മുത്താസിർ നഹോ എന്ന് പറഞ്ഞാലോ നയന മനോഹരമായ ദൃശ്യങ്ങളെ കൊണ്ട് ആകർഷിക്കാത്ത ആരെങ്കിലും ഉണ്ടാവുമോ, ആരും ഉണ്ടാവില്ല അല്ലേ അതിനർത്ഥം. അപ്പൊ ഒന്നുകൂടി പറഞ്ഞുതരാം, എന്താണ് ഷാഹിദിനി കൊയ്യ ആരെങ്കിലും ഉണ്ടാവുമോ. ദിൽറുബ എന്ന് പറഞ്ഞാൽ മനം മയക്കുന്ന, നുക്കൂഷ ചിഹ്നങ്ങളെ കൊണ്ട് അലങ്കരിച്ച ഈ കെട്ടിടം, അതുപോലെ തന്നെ ഉസ്ക ഗിർദോനമാക്കി അതിന് ചുറ്റുപാടുമുള്ള നയന മനോഹരമായ ദൃശ്യങ്ങളെ കൊണ്ട് ആകർഷിക്കാത്ത ആരെങ്കിലും ഉണ്ടാവുമോ. അപ്പൊ ആരും ഇല്ല എന്നാണ് പറയുന്നത് അതിന്റെ അർത്ഥം കേട്ടോ. അപ്പൊ താജ്മഹൽ എന്ന് പറയുന്ന കെട്ടിടം ഉഷാറാണ്, പക്ഷെ അതിന്റെ ചുറ്റുപാട് ഉഷാറില്ലെങ്കിൽ ആ കെട്ടിടത്തിന് വലിയത് ഉണ്ടാവുമോ, ഇല്ല അല്ലേ. അപ്പൊ അതിന്റെ ചുറ്റുപാട് അത്രക്കും ആ സൈറ്റ് പറഞ്ഞ അത്രക്കും പിക്ചർസിക്ക് പുഷ്ണുമാ നസാര ഫറാൻ കർത്തെ അല്ലെ. അവിടെ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. അപ്പുറത്തെ ജമുന ഇങ്ങനെ ഒഴുകുന്നു, ഇങ്ങനെ നല്ല മനോഹരമായിട്ട് ഒഴുകുന്നു. അതുപോലെ തന്നെ നല്ല ശാന്തമായ ഒരു അന്തരീക്ഷം, അതുപോലെ ഇങ്ങനെ ചുറ്റുപാടൊക്കെ കണ്ടാലും എന്താണ് ഒക്കെ എന്താണ് ഫാന്റാസ്റ്റിക് ആണ്. മനസ്സിലായോ? ഓക്കെ. അപ്പോ എനിക്ക് അറിയില്ല ലാസ്റ്റ് എന്താണ് ഗിർദോനബ ഇത്ര മെല്ലല്ലേ ഞാൻ എഴുതിയത്. ആറാസ്ത എന്ന് പറഞ്ഞാൽ അലങ്കരിച്ചട്ടോ. ദിൽറുബാൻ നുകുഷ്ത ആറാസ്ത എന്ന് പറഞ്ഞാലോ തൈലീം സെ ആറാസ്ത വിദ്യാഭ്യാസം കൊണ്ട് അലങ്കരിച്ച അല്ലെ. बहुत सारे बच्चों को तालीम से आरास्ता किया, വിദ്യാഭ്യാസം നൽകിയിട്ട് അലങ്കരിച്ചു അല്ലെ. വിദ്യാഭ്യാസ അലങ്കാരല്ലേ വിദ്യാർത്ഥികൾക്ക്. ഓക്കെ, അത് കഴിഞ്ഞു. സംജാത്തെ പോയി ജബക്കെ എന്താ ജബക്കെ എന്ന് പറഞ്ഞാല് അതേസമയം അല്ലെ. അതേസമയം ഷായർ अपनी
महबूबा को समझाते हुए എന്താണ് समझाते हुए कहते हैं എന്താണ് कहते हैं എന്ന് പറഞ്ഞാൽ ഷായർ തന്റെ കാമുകിയെ ബോധ്യപ്പെടുത്തിയിട്ട് പറയാണ് ഓളെ ബോധ്യപ്പെടുത്തിയിട്ട് പറയും താജ്മഹൽ ഉസ്കി ആംഗൻ के താജ്മഹൽ और താജ്മഹൽ ഉണ്ടാക്കിയിട്ട് ഷാജഹാൻ എന്ത് ചെയ്തു കുപ്രസിദ്ധനായ ടൂറിസ്റ്റ് ആയില്ലേ ബദ്നാമോക എന്താണ് ഉസ്കി ആംഗൻ ആംഗൻ പറഞ്ഞാൽ അങ്കണം അല്ലെ മുറ്റം പരിസരം താജ്മഹലും അതിന്റെ പരിസരവും എന്താണ് ഹഖീഖത്തുമേ ദറസിൽ ദറസിൽ സത്യത്തിൽ എന്താണ് ബസമേ ഷാഹി ഹേ ബസമേ ഷാഹി എന്ന് പറഞ്ഞാണ് രാജകീയ സദസ്സാണ് അല്ലേ ഷാഹി ഹേ യഹാ എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ലെ സോറി ജഹാ നാസോ നിയാസി എന്താ നാസോ നിയാസി പറഞ്ഞാല് करने की कोई गुंजाइश എന്താ गुंजाइश പറഞ്ഞാല് പെട്ടെന്ന് പറയും गुंजाइश नहीं है गुंजाइश ही नहीं എന്താണ് ജഹാ എന്ന് പറഞ്ഞാൽ എന്താണ് താജ്മഹൽ ഉറുസ്കി ആംഗൻ കാമുകര് പറഞ്ഞ എന്താണ് താജ്മഹലും അതിന്റെ മുറ്റമല്ലേ സത്യത്തിൽ എന്താണ് അത് ബസമേ ഷാഹി രാജകീയ സദസ്സാണ് എന്താ കരുതിയത് എന്താ കരുതിയത് ഇതെന്താ സത്യത്തിൽ എന്താണ് ബസമേ ഷാഹിയാണ് രാജകീയ സദസ്സാണ് പിന്നെ ജഹാം എവിടെ വേർ അവിടെ എന്താണ് നാസോ നിയാസി കർണിക്ക് കോയി ജഗ എന്താണ് ജഹാ അവിടെ എന്താണ് പിന്നെ ഇഷ്ക് കർണയ്ക്ക് എന്താണ് കൊയ് ഗുഞ്ചായിഷ് നഹി ജഹാം അവിടെ നാസോ നിയാസി എന്താണ് പ്രണയിക്കാനുള്ള ഒരു ഇടമല്ല ഗുഞ്ചായിഷ് എന്ന ഇടം സ്ഥലം മനസ്സിലായോ ജഹാം നാസോ നിയാസി കർണയ്ക്ക് കൊയ് ഗുഞ്ചായിഷ് ഹി നഹി അവിടെ എന്താണ് നാസോ നിയാസി കർണ പ്രണയിക്കാനുള്ള ഒരു ഇടം പോലും ഇല്ല ഇടം തന്നെ അല്ല മറിച്ച് എന്താണ് അത് ബസമേ ഷാഹിയാണ് ഇവിടെ बस शाही खानदान के अफराद आते जाते हैं शाही खानदान के अफराद आते जाते हैं ഇവിടെ എന്താണ് പിന്നെ രാജകീയ കുടുംബം ഖാൻദാന കുടുംബം ഷാഹി ഖാൻദാന രാജകീയ കുടുംബം അല്ലെ എന്താണ് രാജീവ് കുടുംബത്തിന്റെ അഫ്രാദാണ് വ്യക്തികള് രാജീവ് കുടുംബാംഗങ്ങൾ മാത്രമേ എന്ത് ചെയ്യണം ഇവിടെ വരും പോകുകയും ചെയ്യുന്നുള്ളൂ ഹം ജയ്സെ നമ്മളെ പോലത്തെ ഒരീബോ ക ജാന കോയി മൈനി രക്ത हम जैसे गरीबों का वहां जाना सॉरी वहां हम जैसे നമ്മളെ പോലത്തെ അല്ലെ ഗരീബോ എന്താ गरीबों का जाना कोई मायने नहीं
രക്ത ഒരു അർത്ഥമില്ല, ഒരു ജാന പോയി മൈനീനെ രക്ത എന്ന് പറഞ്ഞ ഒരു അർത്ഥവുമില്ല. നമ്മളെ പോലത്തെ പാവപ്പെട്ടവർ അവിടെ പോണെന്നല്ല ഒരു അർത്ഥമില്ല. കാരണം എന്താണ്, അവിടെ ആര് മാത്രമേ പോവുള്ളൂ, പിന്നെ രാജകുടുംബാംഗങ്ങൾ അംഗങ്ങൾ മാത്രമേ എന്തെങ്കിലും വന്നു പോകുന്ന സ്ഥലമാണിത്. ഇവിടെ നമ്മളെ പോലത്തെ ആൾക്ക് ഇപ്പൊ പ്രണയിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം അല്ല. നിയാസിക്ക് कोई गुंजाइश नहीं जहां नाजो नियाजी करने की कोई गुंजाइश. പോയിന്റ് ആട്ടോ, ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ എഴുതേണ്ടി വരും കേട്ടോ. നിങ്ങൾക്ക് ആർക്കും ഒളിച്ചോടാൻ കഴിയില്ല ഈ പോയിന്റിൽ നിന്ന് കേട്ടോ. ഈ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് പിന്നെ ഈ പോയിന്റ് കേട്ടോ. താജ്മഹൽ ഉർസ്കി ആങ്കൻ എന്താണ്, ദരസിൽ ബസമേ ഷാഹി ഹെ. ഇവിടെ മുതലുള്ളത് എന്താണ്, അല്ലെങ്കിൽ ഷായർ. ഇവിടെ നിന്നുള്ള ഇതൊരു പോയിന്റ് ആട്ടോ. നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യണം, നോക്കണം. അടുത്തത് ഇസ്ലിയെ. ഇസ്ലിയെ ഇസ്ലിയെ അതുകൊണ്ട് മേ ഇസ്ലിയെ ഇസ്ലിയെ മേ आपसे कह रहा हूं कि अगर मुझसे मिलना चाहती है, अगर मुझसे मिलना चाहती है तो उस वादिय रंगीन को छोड़कर, इस वादिയെ വാദിയാണ് താഴ്വര അല്ലെ. വാദിയെ രംഗീൻ പറയാലോ, മനോഹരമായ അല്ലെ. വാദിയെ രംഗീൻ को छोड़कर कहीं और ഓക്കെ. इसलिए इस वादिये रंगीन को छोड़कर ചോടുക്കർ എന്നാണ് മുമ്പ് പറയാണ്. इसलिए मैं आपसे कह रहा, ഇതുകൊണ്ടാണ് ഞാൻ എന്നോട് പറയണത്. അഗർ മുझसे मिलना चाहती है तो, എന്നോട് എന്ത് ചെയ്യണം, എന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്നെ കണ്ടുമുട്ടാൻ എന്നോട് കൂടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വാദിയെ എനിക്ക് ചോടുക്കർ, ഈ കാണുന്നതല്ലേ ഏത്, ഈ മനോഹരമായ താഴ്വര, ഈ താഴ്വര അതായത് താജ്മഹൽ നിൽക്കുന്ന സ്ഥലം, ആ സ്ഥലത്തെ ചോടുക്കറിനെ വിട്ടിട്ട് ഒഴിവാക്കിയിട്ട് കഹിയോർ വേറെ എവിടെയെങ്കിലും ചെയ്തോ കണ്ടുമുട്ടിക്കോ. മനസ്സിലായോ? ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്തത് അടുത്ത പാരഗ്രാഫ് കേട്ടോ. ताजमहल को मजम्मत करते हुए शायर कहते हैं. എന്താ മുസമ്മത്ത് കർണ എന്ന് പറഞ്ഞാൽ? മുസമ്മത്ത് കർണാലെ അപമാനിക്കുക അല്ലെ, തൗഹീൻ കർണ നമ്മൾ പഠിച്ചു അല്ലെ. തൗഹീൻ കർണ, അതുപോലെ തന്നെ എന്താണ് മുസമ്മത്ത് കർണ അല്ലെ. താജ്മഹൽ മുർദ താജ്മഹൽ കൊണ്ട് താജ്മഹൽ വന്നു അല്ലെ. താജ്മഹൽ മുർദ ഷാഹോं के मकाबिर के सिवा कुछ भी नहीं. मुर्दा ഷാഹോं के മക്കാബിർ. മക്കാബിർ പറഞ്ഞാൽ ശവകുടീരങ്ങൾ അല്ലെ. മക്ബറ പറഞ്ഞാൽ ഒരു ശവകുടീരം, മക്കാബിർ ഒരുപാട് ശവകുടീരം. താജ് മുഹമ്മദ് ഷാഹ് के मकाबिर के सिवा कुछ भी नहीं है, ഒന്നുമല്ല. ബലേഹി, ഇനി അടുത്തിരിക്കുമ്പോ ബലേഹി, ബലഹിയർ ആയിരിക്കാം എന്നാണ് അർത്ഥം. അങ്ങനെ തന്നെ ഉസ്കി ഉസിൻകാരിമേ, ഉസ്കി പറഞ്ഞാൽ പിന്നെ താജ്മഹലിന്റെ ഉസിൻകാരിയർ എന്നാണ് കൊത്തുപണിയില്ലേ. ഉസിൻകാരിമേ
ജാൻ ലേവ, പുതിയ വാക്കട്ടോ. ജാൻ ലേവ എന്ന് പറഞ്ഞാണ് ടെറബിൾ ബ്യൂട്ടി. എന്താ പറയാ? ടെറബിൾ ബ്യൂട്ടി പറഞ്ഞാണ് ടെറബിൾ 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 ബ്യൂട്ടി പറഞ്ഞാണ്. കേട്ടോ ജസ്റ്റിന്? ടെറബിൾ ബ്യൂട്ടി പറഞ്ഞാണ് മാരകമായ ഒടുക്കത്തെ സൗന്ദര്യം അല്ലെ. ജാൻ ലേവ, ജാൻ പറഞ്ഞാണ് ജീവനെ, ലേനറ എടുക്കുക. ജാൻ ലേവ എന്ന് പറഞ്ഞാലോ ജീവൻ എടുക്കുന്ന, അതായത് ഒടുക്കത്തെ. ജാൻ ലേവ ഒടുക്കത്തെ, ജീവൻ എടുക്കുന്ന ഒടുക്കത്തെ. കശിഷ്, കശിഷ് പറഞ്ഞാലും കശിഷ് വശ്യത അല്ലെ. കശിഷ് പറഞ്ഞാല് വശ്യത. മൗജൂദ് ഹോ, മൗജൂദ് ഹോ എന്താണ്? മൗജൂദ് ഹോ എന്നാൽ ഭലേഹി ഉസ്കി ഉസ്ൻകാരി മേ ജാൻ ലേവ കശിഷ് മൗജൂദ് ഹോ. കശിഷ് കശിഷ് ട്ടോ, കശിഷ് കശിഷ് അല്ല കശിഷ്. കശിഷ് മൗജൂദ് ഹോ എന്ന് പറഞ്ഞാലോ അങ്ങനത്തെ ഭലേഹി അങ്ങനെ തന്നെ ആയിരിക്കാം. ഉസ്കി ഉസ്കിൻകാരിമേ അതിന്റെ ഉസ്ൻക സൗന്ദര്യത്തിൽ എന്താണ്? പിന്നെ മനം മയക്കുന്ന വശ്യത ഉണ്ടായിരിക്കാം, വശ്യത ഉണ്ടായിരിക്കാം. ലേക്കിൻ 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 എന്താണ്? പത്താറിയില്ലേ? ലേക്കിൻ വാസി രേ, വാസി രേ മനസ്സിലാക്കിക്കോ. കെ के ये सब जज्बे मोहब्बत के इश्तिहार करने के साजो सामान है. ये सब ഇത് കാണുന്നില്ലേ? എന്ത്? ഓ അതിന് മിനാറ, ഓ എന്ത് രസം, ഓ കുളം, ഓ എന്ത് രസം, അതിന് നേടി നോക്കുമ്പോ എന്ത് രസം, ജമുനാന്റെ ഒക്കെ കാണുന്ന ഇതൊക്കെ ഇത് കാണില്ലേ? ഇതൊക്കെ അന്നെ മയക്കുന്ന അതുപോലെ ഒടുക്കത്തെ വശ്യതയുള്ള ഈ കെട്ടിടങ്ങളൊക്കെ സാധനങ്ങൾ കാണുന്നില്ലേ? ഇതൊക്കെ എന്താണ് അറിയോ? ഈ സബ് ഇതൊക്കെ എന്താണ്? ജസ്ബെ മുഹബത്ത് കി, ജസ്ബ എന്ന് പറഞ്ഞ വികാരല്ലേ. ജസ്ബെ മുഹബത്ത് പറഞ്ഞാലോ പ്രണയം എന്ന ജസ്ബെ മുഹബത്ത് കി ഇഷ്തിഹാർ കർണ. ഇഷ്തിഹാർ കർണ എന്നാണ് അഡ്വർടൈസ് ചെയ്യുക അല്ലെ. ഇഷ്തിഹാർ करने के साजो सामान है. സാസോ സാമാനെ അതായത് മാധ്യമങ്ങളാണ്, സാധനങ്ങളാണ്. ഈ കാണുന്ന ഉസ്നക്കാരിയും അതിലുള്ള മീനക്കാരിയും അതുപോലെ തന്നെ എന്താണ് മറ്റുള്ള രൂപങ്ങളൊക്കെ എന്താണ് എന്നെ മയക്കുന്നൊക്കെ അതൊക്കെ എന്താണ് അറിയോ? അതൊക്കെ എന്ത് സത്യത്തിൽ എന്താണ് അറിയോ? അത് പ്രണയം എന്നുള്ള വികാരത്തെ പ്രചരിപ്പിക്കാനുള്ള ഒരു മാധ്യമങ്ങളാണ്, സാസോ സാമാനാണ്. ആര് പറയാണ്? ഉനിയെ ദേഖിക്കർ ഋതു വിടാനെ സെ ബെഹത്തർ തോ അപ്നി ഉനെ പറഞ്ഞാല് ആ എന്താണ് ആരെ മനമയക്കുന്ന രൂപങ്ങളില്ലേ? ഉനെ 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 ദേഖിക്കർ കണ്ടിട്ട് അതിനെ നോക്കിയിട്ട് ലുത്തുഫ് ഉടാനെ ആസ്വദിക്കാൻ, ലുത്തുഫ് उठाने से बेहतर है. बेहतर है कि तो अपने तारीख मकानों को देखें. तो अपने तो താരീഖ് മക്കാനോ കോ ദേക്കെ. അതിനേക്കാൾ നല്ല നമുക്ക് എന്താണ് അറിയോ? അതിനേക്കാൾ നല്ല എന്താണ്? എന്റെ വീട് ഇങ്ങനത്തെ ഓരോ മക്ക പറയും മരകത്തൊക്കെ കാണാനൊക്കെ എനിക്ക് നല്ല എന്താണ് എന്റെ വീട്ടിലുള്ള വീടിനെ നോക്കലാണ് നമുക്ക് ഏറ്റവും നല്ല എന്തുള്ളത് നല്ലത് എന്ന് പറയാണ്. അത് കഴിഞ്ഞു. ഞാൻ അടുത്ത പാരഗ്രാഫ് ട്ടോ. സിർഫ് ഏക് बादशाह ही नहीं जिसने अपनी महबूबा से मोहब्बत की हो.
എന്താണ് പിന്നെ പ്രണയിച്ചിട്ടുണ്ടാവും, പിന്നെ എന്താണ് തന്റെ കാമുകിയെ പ്രണയിച്ചിട്ടുള്ള ഒരു എന്താണ് ഒരു ചക്രവർത്തി മാത്രല്ല, അത് ആദ്യം മനസ്സിലാക്കണം. ബൽക്കെ എന്നല്ല, ബൽക്കെ എന്നല്ല, ബേഷുമാർ ഒരേ ലോകം കെ ദിൽ ബി, बेशुमार बल्कि बेशुमार औरीब लोगों के दिल भी जज्बे जज्बे मोहब्बत से सरशार है. നമ്മൾ പഠിച്ചില്ലേ സർഷാർ നിഗാഹേ നർഗിസും, അതിനെ സർഷാർ ഹെ ഒക്കെ നമ്മൾ പ്രയോഗിക്കണ്ടേ. എന്ന് പറഞ്ഞത് ബെൻസർഫ് ഏക് ബാദ്ഷാഹി നഹി, ഒരു എന്താണ് ചക്രവർത്തി ഒന്നും മാത്രമല്ല, എന്താണ് തന്റെ കാമുകിയെ പ്രണയിച്ചിട്ടുണ്ടാവുന്നത് എന്താ ആര് മാത്രമല്ല, ചക്രവർത്തി മാത്രമല്ല, ഒരുപാട് എണ്ണമറ്റ പാവപ്പെട്ട ജനങ്ങളുടെ ഹൃദയവും എന്താണ് പ്രണയവിന്നമുള്ള വികാരം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. वो लोग भी അവരും अपने प्यारे से पुरखुलूस मोहब्बत करते थे. वो लोग भी अपने प्यारे से प्यारा महबूबा, प्यारे से पुरखुलूस मोहब्बत करते थे അല്ലെ. പുർഖുലൂസ് പറഞ്ഞാൽ ആത്മാർത്ഥമായ, പുർഖുലൂസ് മുബാറക്കബാദ് പറഞ്ഞാൽ വളരെ ആത്മാർത്ഥമായ പുർട്ടോ പറഞ്ഞല്ലോ കേട്ടോ, പുർഖുലൂസ് ട്ടോ, പുർഖുലൂസ് മുഹബ്ബത്ത് കർത്തേ തേ. അടുത്തതോ ലേക്കിൻ, ലേക്കിൻ ഉൻകെ ലിയേ അവർക്ക് ഇസ്ഹാറെ മുഹബ്ബത്ത് എന്ന് പറഞ്ഞാണ്, ഇസ്ഹാർ പറഞ്ഞാണ് പ്രകടിപ്പിക്കുക അല്ലെ. ഇസ്ഹാറെ മുഹബ്ബത്ത് എന്നാലോ മുഹബ്ബത്തിനെ പ്രകടിപ്പിക്കാനുള്ള കെ വസായിൽ പറഞ്ഞാണ് മാധ്യമങ്ങൾ അല്ലെ, വിഭവങ്ങൾ, അതാണ് ദസ്തിയാബ് പറഞ്ഞ ലഭ്യമാക്കുക അല്ലെ. ദസ്തിയാബ് പോന പഠിച്ചിട്ടില്ലേ, ദസ്തിയാബ് न होने की वजह से अपनी मोहब्बत अमर न कर सका. തങ്ങളുടെ സഖ്യട്ടോ. അപ്പൊ എന്താണ് തങ്ങളുടെ പ്രണയം എന്താണ് ദസ്തിയാബുമാനാണ് ലഭ്യമാകുക അല്ലെ. അതാണ് ലേക്കിൻ പക്ഷേ ഉൻകേലി അവർക്ക് ഇസാറെ മുഹബത്ത് വസായിൽ പ്രണയത്തെ പ്രകടിപ്പിക്കാനുള്ള മാധ്യമങ്ങൾ, വസായിൽ പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടില്ല വിഭവങ്ങൾ, റിസോഴ്സിലെ കുദറത്തി വസായിൽ പറഞ്ഞാലോ നാച്ചുറൽ റിസോഴ്സ്, വസായിൽ ദസ്തിയാബിനെ ഹോനേക്ക് വജേസാലോ ലഭ്യമില്ലാത്തത് കൊണ്ട് തങ്ങളുടെ പ്രണയം എന്തില്ല അനശ്വരമാക്കാൻ സാധിച്ചില്ല. അമർ ന കർ സക്കെ ഓക്കെ കർ സക്കെട്ടോ വേണമെങ്കിൽ न कर सके. ഓക്കെ, അപ്പോ ഇത്രയാണ് നമ്മൾ ഏതുവരെ എഴുതിക്കുന്നത്, മുഫ്ലിസ്തെ അപ്പിനിഹിത്തരം മുഫ്ലിസ്തെ എന്നുള്ള അതുവരെ നമ്മൾ എന്ത് ചെയ്ത് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്ത് നന്നായിട്ട് വായിക്കുക. അതുമാതിരി തന്നെ പിന്നെ ഇതന്നെ നിങ്ങൾ പിന്നെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് എഴുതാൻ എന്ത് ചെയ്യണം, ഒന്നുകൂടി എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കാണാതെ എഴുതാൻ ശ്രമിക്കണം. ഓക്കെ, അസ്സലാമു അലൈക്കും.